റോഡിലെ കുഴിയും പെൻഷൻ കുടിശ്ശികയും ചേലക്കരയിൽ വോട്ട് ചോർത്തുപോയെന്ന ആശങ്കയിലാണ് ഇടതുമുന്നണിയുള്ളത്. പൊതുയോഗങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ UDF ആവർത്തിച്ചുന്നയിക്കുന്നുമുണ്ട്. ചേലക്കരയിലെ ആദ്യഘട്ട പ്രചാരണത്തിൽ റോഡ് തകർന്നതിന്റെ കാരണം വിശദീകരിച്ച മുഖ്യമന്ത്രി അവസാനഘട്ട പ്രചാരണത്തിനെത്തിയപ്പോൾ പെൻഷൻ കുടിശ്ശികയുടെ കാര്യവും പറയാൻ തയ്യാറായി. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി കൊടുക്കാനുള്ളത് 40,000 കോടി രൂപയാണ്. നാട് മുഴുവൻ കുഴിയാണ്, കുഴി. 10,000-കണക്കിന് കോടി രൂപ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്. നാട് കുട്ടിച്ചോറാക്കി. തകർന്ന റോഡുകളും ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയും വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന വിലയിരുത്തൽ LDF കേന്ദ്രങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങിയത്. റോഡുകൾ തകരാൻ കാരണം ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കുഴിയെടുത്തതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ചേലക്കരയിലെ ഒന്നാംഘട്ട പ്രചാരണത്തിൽ വിശദീകരിച്ചു. രണ്ടാംഘട്ട പ്രചാരണത്തിലെത്തിയപ്പോൾ പെൻഷൻ കുടിശ്ശികയെക്കുറിച്ചും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ചില മാസങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. ഗവൺമെന്റ് അത് മറച്ചു വെച്ചില്ല. ആ മുടങ്ങിപ്പോയത് മുഴുവൻ ഈ 2 വർഷം കൊണ്ട് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. ഈ വർഷം തന്നെ അടുത്ത മാസത്തതും കൊടുക്കാൻ പോകുന്നു. ഈ വർഷം 2 എണ്ണം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ബാക്കിയുള്ള 3 കൊടുക്കും. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രചാരണത്തിൽ കേന്ദ്രീകരിച്ച PV അൻവറിനെ ആദ്യഘട്ടത്തിൽ LDF അവഗണിച്ചതാണ്. LDF പ്രചാരണത്തിൽ ചുക്കാൻ പിടിക്കുന്ന AC മൊയ്തീനെതിരെ അൻവർ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചതോടെ മറുപടി പറയാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി. ആ വിദ്വാൻ പ്രശ്നങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാനാകുമെന്നാണ് നോക്കുന്നത്. സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആശുപത്രിയിൽ പോയി ചെയ്യുന്നു. AC മൊയ്തീൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധയിൽ പെടുത്തി തനിക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമനില തെറ്റുന്നു. വായപോയ കോടാലിയാണ്. ആരും വിലവെക്കുന്ന കാര്യമല്ല, അവഗണിച്ചേക്കണം. UDFനെ കടന്നാക്രമിക്കുന്നതിനൊപ്പം എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൂടി മറുപടി പറയാൻ LDF പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. MK ഷുക്കൂർ, ടീം മീഡിയ 1 ചേലക്കര.